കേരളത്തിൽ വരുന്ന അടുത്ത രണ്ട് മാസത്തിനകം തെരഞ്ഞെടുപ്പ് വരികയാണ്. മാർച്ച് അവസാനം അത് പ്രഖ്യാപനം വരുമെന്ന് കേൾക്കുന്നു. ഏപ്രിൽ അവസാനം മറ്റോ തെരഞ്ഞെടുപ്പ് വരുമെന്ന് കേൾക്കുന്നു. എന്തായാലും വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ ജനുവരി കഴിഞ്ഞാൽ ഫെബ്രുവരിയിലേക്ക് കയറിയാൽ പിന്നെ വളരെ അടുത്തു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് സംസ്ഥാനത്ത് കിടക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി ഇത്രയും കാലവും വെറുപ്പിൻ്റെയും അതുപോലെ തന്നെ ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒക്കെ രാഷ്ട്രീയം പറയുകയും ഇപ്പോൾ ഒരു ലവ് സിമ്പൽ അടിച്ച ഒരു കപ്പിൽ ചായ കുടിക്കുകയും ചെയ്യുമ്പോൾ അത് റോമാ സാമ്രാജ്യം കത്തിയെരിഞ്ഞപ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ചതിന് തുല്യമായിട്ട് മാത്രമേ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ അത് വരികയുള്ളൂ. അതിനകത്ത് വലിയ കാഴ്ചയൊന്നുമില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ആ കപ്പ് എടുത്ത് കൊടുത്ത PR ഏജൻസികളും കപ്പുകാരും അറിയേണ്ടതുണ്ട്. അതിനകത്ത് വലിയ കഥയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കോൺഗ്രസിലേക്ക് ഒരുപാട് ആളുകൾ പോവുകയും വലിയ അത്ഭുതങ്ങൾ നടക്കും എന്നുള്ളതാണ് VD സതീശൻ പറയുന്നത്. VD സതീശൻ്റെ പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, പേര് വിസ്മയം. വിസ്മയ എന്ന് പറഞ്ഞ് മോഹൻലാലിനൊരു സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്. ഇത് വിസ്മയങ്ങൾ സംഭവിക്കുകയാണ്. ഇന്നലെ ഐഷ പോറ്റിയെ കൊണ്ടുപോയി. ഐഷ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാന്യയായ ഒരു സ്ത്രീയാണ്. എനിക്ക് വ്യക്തിപരമായി പരിചയമുള്ളതാണ്. വളരെ മാന്യമായി ഡീസൻ്റായിട്ടൊരു പൊളിറ്റീഷ്യനാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ട് ഇത്രയും ഡീസൻ്റായ ഒരു പൊളിറ്റീഷ്യൻ ആളിന് എങ്ങനെയാണ് CPM പോലുള്ളൊരു പാർട്ടി നിൽക്കാൻ കഴിയുക? കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ പാർട്ടിയാണെല്ലാം, പാർട്ടിക്കപ്പുറം ആരുമില്ല. പാർട്ടിക്കെതിരെ പറയുന്നവരെ, ചിന്തിക്കുന്നവരെ കൈകാര്യം ചെയ്യുന്ന വേറൊരു കൾച്ചറാണത്. അത് ചിലപ്പം ശരിയായിരിക്കും, അകത്ത് നിൽക്കുമ്പോൾ ശരിയായിരിക്കും. കാര്യം പാർട്ടിയല്ലേ എല്ലാം. പാർട്ടിയാണ് അമ്മ, പാർട്ടിയാണ് അച്ഛൻ, പാർട്ടിയാണ് മക്കൾ, പാർട്ടിയാണെല്ലാം. അത് ശരിയായിരിക്കും, അവരുടെ തത്വശാസ്ത്രം ശരിയാണ്. പക്ഷെ പുറത്തിറങ്ങി നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു ജനാധിപത്യ വിരുദ്ധത അതിനകത്ത് തോന്നും. അത്രയേ ഉള്ളൂ അതിനകത്തുള്ള കാര്യം. പക്ഷേ അപ്പോൾ ഇന്നലെ നമ്മളെ മേഴ്സിക്കുട്ടിയമ്മ വളരെ മുൻ മന്ത്രിയാണ്. അവരിപ്പോൾ ജയിച്ചിരുന്നെങ്കിൽ, അവരിപ്പോൾ തോറ്റുപോയതുകൊണ്ടാണ് വിഷ്ണുനാഥാണ് അവിടെ ജയിച്ചത്. അവരും എത്രയോ വട്ടം മത്സരിച്ചു. അവർ മന്ത്രിയായി. ഒരു അധികാരമോഹമില്ലാത്ത മാഡമാണോ വനിതയാണോ ഒന്നുമല്ല. എല്ലാവരും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെ നിൽക്കുകയും പാർട്ടി മാറുകയും എല്ലാം ചെയ്യും. ഐഷ പോറ്റി പറയുന്നത് 2023 മുതൽ അവർക്ക് പാർട്ടിക്കകത്ത് സ്പേസ് ഇല്ല എന്ന് പറഞ്ഞ് സ്ഥാനമില്ലെന്നല്ല, നിൽക്കാനൊരു സ്പേസ് വേണ്ടേ. അപ്പോൾ ഇത്രയും കാലം 3 പ്രാവശ്യം MLA ആയി കൊട്ടാരക്കരയിൽ ബാലകൃഷ്ണനെ പോലെ പിള്ളേരുടെ ആളിനെ അട്ടിമറിച്ചിട്ട് വന്ന ഒരു വളരെ വലിയ അട്ടിമറിയൊക്കെ നടത്തി വന്ന് അവസാനം 50,000 വോട്ടിന് 42,000 വോട്ടിനൊക്കെ ജയിച്ച് എല്ലാവർക്കും വലിയ പ്രിയങ്കരനായിട്ട് നിൽക്കുന്ന അവരുടെ അത്തരം ഒരു കുടുംബത്തിൽ നിന്ന് വന്നവരുമല്ല. കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമില്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് നല്ല ജോലിയുള്ള നന്നായി പ്രാക്ടീസ് ചെയ്തിരുന്ന വക്കീൽ പണിയൊക്കെ കളഞ്ഞിട്ട് വന്ന് ഇത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊരു സ്പേസ് കൊടുക്കണ്ടേ. അവരേതെങ്കിലുമൊക്കെ രീതിയിൽ അക്കോമഡേറ്റ് ചെയ്ത് അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ച് അതുകൂടി പരിഹരിച്ച് പോണ്ടേ. അല്ലാതെ ഒരു ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഏകാധിപത്യത്തിൻ്റെയും ഒക്കെ ഒരു കാലമൊക്കെ കഴിഞ്ഞു. പാർട്ടി പറയുന്ന ഇരുമ്പ് ചട്ടയാണ്. പാർട്ടി പറയും പോലെ കേട്ടോണം. പാർട്ടി തന്നാൽ വാങ്ങണം, തന്നെങ്കിൽ വാങ്ങരുത്, അതാണ് പാർട്ടി എന്നൊക്കെ പറയുന്ന ഒരു നിലപാടൊന്നൊരു കാര്യമില്ല. പിന്നെ ചില ചേട്ടന്മാർ വന്ന് പെറ്റി ബൂർഷ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിന്നെ ഫേസ്ബുക്കിലൊക്കെ അടിക്കുന്നുണ്ട്. ഒരു കാര്യമില്ല. കാരണം ആ പെറ്റി ബൂർഷയാണല്ലോ നിങ്ങൾ 15 വർഷം ഉപയോഗിച്ച് അവിടെ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന വലിയ ബൂർഷയെ തകർക്കാൻ നടന്നത്. അതുകൊണ്ട് ഇതിനകത്ത് കാര്യമില്ല. ഇനിയും ഒരുപാട് വിസ്മയങ്ങൾ നടക്കുമെന്നാണ് സതീശൻ പറഞ്ഞു വെക്കുന്നത്. ഒന്നാമതായി അടുത്ത് വരാൻ പോകുന്നത് ജോസ് കെ മാണിയുടെ മനമിളകിയിട്ടുണ്ട്. ജോസ് കെ മാണിക്ക് ഒരു കല്യാണം ഇപ്പുറത്ത് നടത്തിയ 2ാം കല്യാണം UDF ആയിട്ട് നടത്തിയാൽ കൊള്ളാമെന്നുള്ളൊരു ചിന്തയിലാണ് നിൽക്കുന്നത്. ജോസ് കളത്തിങ്കലും അങ്ങനെയുള്ള ആളുകളൊക്കെ പറയുന്നത് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എല്ലാ പാർട്ടിക്കാരും അങ്ങനെ തന്നെ പോണേന് ലാസ്റ്റ് മൊമെൻറ്റ് വരെ അവർ നിൽക്കുന്നിടത്ത് നിൽക്കും. അത് രാഷ്ട്രീയമായിട്ടുള്ള നല്ല ഇപ്പം നമ്മുടെ ഇപ്പോൾ ഈ CPMലേക്ക് പോയിട്ട് റെജി ലൂക്കോസ് തലയ്ക്കും തലേ ദിവസം വരെ CPMന് വേണ്ടി ന്യായീകരിക്കുകയും വാളെടുക്കുകയൊക്കെ ചെയ്ത് BJPയൊക്കെ നഖശികാന്തം പറഞ്ഞ ആൾ ഇന്നലെ ഒരു ചാനലിൽ ബൈറ്റ് കൊടുത്തിരിക്കുന്നു. മോദി സൂര്യനാണ്, ഇവർ പോക്കറികളാണ്, CPM കേരളത്തിലെ പോക്കറികളാണ്. പറയുന്നതാരാ? റെജി ലൂക്കോസ് വലിയ ആളുകളാണല്ല. ഈ ന്യായീകരിച്ച് നടന്ന ക്യാപ്സൂൾ മുഴുവൻ കഴിച്ച് നടന്ന ആൾ മുഴുവൻ ക്യാപ്സൂളും ഛർദ്ദിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. വൊമിറ്റ് ചെയ്ത് കളഞ്ഞു. ഒരു ക്യാപ്സൂളും ഇല്ല പുള്ളിയുടെ ഉള്ളിൽ. ഇപ്പോൾ CPMൻ്റെ ഒരു ക്യാപ്സൂളും ഇല്ല. മുഴുവൻ പുള്ളി കളഞ്ഞിട്ട് പുള്ളി വേറെ രീതിയിലേക്ക് മാറി. അപ്പോൾ ഞാൻ പറഞ്ഞത് വലിയ വിസ്മയങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് നടക്കുമെന്നും ശ്രേയാംസ് കുമാർ ഇങ്ങോട്ട് വരുമെന്നും ജോസ് കെ മാണി വരുമെന്നും ജോസ് കെ മാണി വന്നില്ലെങ്കിൽ 2-ലെ 2ആയി പിളരുമെന്നും അതിൽ ഏത് പിളരുന്നവർ കാരണം പറയാൻ കാരണം റോഷി അഗസ്റ്റിന് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നതിനാണ് താല്പര്യം. അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ് മുഖ്യമന്ത്രി കയ്യിലെടുത്തു കഴിഞ്ഞു. ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കാനാണ്. ആൻ്റണി രാജു പണ്ട് പിളർന്നതുപോലെ ഇനി ഇടതുപക്ഷത്തെ പിളർന്നു നിന്ന് സ്ഥിരമായി ഇടതുപക്ഷം വരുമ്പോഴൊക്കെ മന്ത്രിയാകാം എന്നുള്ളൊരു ചിന്തയിലാണോ റോഷി അഗസ്റ്റിൻ ഉള്ളതെന്ന് അറിയില്ല. അതോ ആൻ്റണി രാജുമായിട്ടൊക്കെ ചേർന്ന് അവരൊരു കേരള കോൺഗ്രസ്സായി മാറുമോ? ജോസ് കെ മാണിയും ആ ടീമും എല്ലാം കൂടി മറ്റൊരു കോൺഗ്രസ്സായി മാറും, കേരള കോൺഗ്രസ് ആകുമോ?
അപ്പോഴാണ് ജോസ് കളത്തെങ്കിലും പ്രമോദ് നാരായണനെ പോലെയുള്ള അവർക്കും പ്രമോദ് നാരായണൻ ഇടതുപക്ഷത്തോടെ നിൽക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണ്. കുറച്ച് അത്യാവശ്യം എഴുത്തും വായനയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ സോഷ്യലിസം വന്നിട്ടാണ് ഇനിയിപ്പോൾ എല്ലാം പറ്റുമോ എന്നുള്ള നിലയിലൊക്കെ അദ്ദേഹം വർത്തമാനമൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കാര്യമില്ല. പക്ഷേ എന്നാൽ അദ്ദേഹം പറയുന്നതിനകത്തൊന്നും ആ തിയറിക്കകത്തൊന്നും പ്രായോഗികമാക്കാൻ കഴിയാത്ത കുറേ തിയറികളാണ് പറയുന്നത്. അതുകൊണ്ട് അത് പോട്ടെ. അത് പിന്നെ ഒരു MLA നമ്മൾ വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമില്ല. എന്തായാലും വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയമായ ഇളക്കം കേരളത്തിന് വന്നിട്ടുണ്ട്. അത് കോൺഗ്രസ്സിന് അനുകൂലമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്, UDFന് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ അതിനെ കളഞ്ഞു കുളിക്കാതെയുള്ള അടുത്ത വിസ്മയങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിലോ അതുപോലെ തന്നെ പിന്നെ സീനിയർ ജൂനിയർ ഇറക്കുന്നതിനോ MP-മാരെ ഇവിടെ മത്സരിപ്പിക്കുന്നതിലൊക്കെ വളരെ കൃത്യമായ നയം രൂപീകരിച്ച് പോയാൽ കോൺഗ്രസ്സിന് അതൊരു വലിയ മെച്ചമായിരിക്കും. വിഴിഞ്ഞം നടന്ന ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് UDFന് വേണ്ടി ജയിച്ചത്. അത് 82 വോട്ടേ ഉള്ളൂ. അവിടെ വലിയ മുന്നേറ്റം BJP ഉണ്ടാക്കി, ഒക്കെ ശരിയാണ്. എന്നാൽ പോലും 8 ഇരട്ടി വോട്ടാണ് BJP പിടിച്ചത്. 326 നിന്ന് 2500 വോട്ടിൽ അടക്കം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ സംഭവിച്ചു. എന്തായാലും വളരെ വലിയ ഒരു മാറ്റമാണ് കേരളത്തിൽ വരാൻ പോകുന്നതെന്നുള്ളൊരു ഫീല് വന്നിട്ടുള്ളത്. കോൺഗ്രസിന് അനുകൂലമാണ്, UDFന് അനുകൂലമാണ്. ആ അനുകൂലമായ സാഹചര്യത്തിലാണ് UDFിലേക്ക് ഒരുപാട് വിസ്മയങ്ങൾ പോകുന്നത്. PV അൻവർ പുറത്തു നിന്നു, വലിയ ബഹളമായിരുന്നു. ഇപ്പോൾ PV അൻവർ അകത്താണ്. അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് വലിയ തർക്കമൊക്കെ പറഞ്ഞു. കാരണം ഇപ്പം നമ്മൾ നോക്കുമ്പോൾ UDF ക്യാമ്പിലേക്ക് ഒരുപാട് സംഘടനകളും വ്യക്തികളും ഓർഗനൈസേഷനുകളും പല പല രൂപത്തിലുള്ളവരും കോൺഗ്രസ്സിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ UDFിലേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. CK ജാനു കയറി അസോസിയേറ്റ് മെമ്പറായി, PV അൻവർ കയറി അസോസിയേറ്റ് മെമ്പറായി, ശ്രേയാംസ് കുമാർ കയറാൻ നിൽക്കുന്നു, ജോസ് കെ മാണി അവിടെ അസോസിയേറ്റ് ഒന്നുമില്ല, മെയിൻ പരിപാടി കൊടുത്തേ കഴിയുള്ളൂ ജോസ് കെ മാണി. അങ്ങനെ അതേസമയം ജോസഫ് ഗ്രൂപ്പിൻ്റെ ഒരു എതിർപ്പ് വരാം. കാരണം അവരുടെ സീറ്റുകളിൽ ഈ സ്വാഭാവികമായിട്ട് ഏതെങ്കിലുമൊക്കെ തടസ്സം വരുമോ, അവർക്ക് തടസ്സം വരാതെ കോൺഗ്രസിൻ്റെ സീറ്റുകൾ കൊടുക്കാമെന്ന് സമ്മതിച്ചാൽ അവർക്കും വിഷയമൊന്നുമില്ല. പക്ഷേ പിന്നെ മന്ത്രിസ്ഥാനത്തേക്ക് വരുമ്പോൾ വീണ്ടും വിഷയം വരും. എന്തായാലും വളരെ രസകരമാണ്. ഇതിനിടയിലാണ് അച്ഛന്മാരുടെ പാമ്പളാനിക്കൻ അച്ഛൻ്റെയും മറ്റച്ഛന്മാരുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അതും ഓണത്തിൻ്റെ ഇടയിൽ പുട്ടുകച്ചവടം പോലെ അതും വന്നിട്ടുണ്ട്. കേരള കോൺഗ്രസ്സുകൾ ഒന്നിക്കണം, ഒന്നിച്ച് എല്ലാ കേരള കോൺഗ്രസ്സുകളോട് ഒന്നിച്ച് UDFിൽ നിൽക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ക്രിസ്ത്യൻ സമുദായത്തിനും സമൂഹത്തിനും കൂടുതൽ ബാർഗെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള, അത് എവിടെ നിന്നാലും ഏത് മുന്നണിയിൽ നിന്നാലും, മുന്നണി ഏതെന്നുള്ള വിഷയമല്ല, കേരള കോൺഗ്രസ്സുകൾ ഒന്നിക്കുക എന്നൊരു അജണ്ടയും അന്തരീക്ഷത്തിൽ സജീവമായി കറങ്ങുന്നുണ്ട്.